അപ്പോൾ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മുമ്പ് അന്തേവാസിയായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി വേണ്ട ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണപ്പെട്ടു പോയിരുന്നു പോലും. ഇത് ഇവർ ഇത്രയും കാലം പുറംലോകത്തെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സത്യം എത്ര മൂടി വെച്ചാലും അതൊരു നാൾ മറ നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ഈ സത്യവും ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഭവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് അങ്ങനെ മരണം സംഭവിച്ചത്. ഈ വാർത്ത പുറത്തു വിട്ടത് അവിടെ മുൻ വാർഡനായിട്ട് ജോലി ചെയ്തിരുന്ന സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ അനാഥാലയത്തിൽ നടക്കുന്ന പല തട്ടിപ്പുകളെയും കുറിച്ചും ആദ്യമായി തുറന്ന് സംസാരിച്ചതും ഈ സന്ധ്യ പല്ലവി തന്നെയാണ് അല്ലെ. ഇവരെ കുറിച്ച് നമ്മൾ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഈ പറഞ്ഞ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സന്ധ്യ പല്ലവി ലക്ഷ്മിയുടെ അച്ഛനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും സന്ധ്യ പല്ലവിക്ക് ലക്ഷ്മി മരിച്ച വിവരം അറിയില്ലായിരുന്നു. ഇവരിത് അറിയാതെയാണ് അച്ഛനെ വിളിക്കുന്നത് ലക്ഷ്മിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അച്ഛനാണ് ഇങ്ങോട്ട് പറയുന്നത് ലക്ഷ്മി മരിച്ചു പോയി എന്നുള്ളത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. നിങ്ങൾക്ക് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി 3 വർഷമായി. എങ്ങനെ എങ്ങനെ ലക്ഷ്മി മരിച്ചറിയില്ലേ? ഇല്ല. അടൂരാണ്. അവിടുന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് പിന്നെ അസുഖം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. അവിടെ കണ്ട് വീഡിയോ ചോദിച്ചു. പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് റാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡൊന്നും ഇല്ലായിരുന്നു. 10 ദിവസം അവിടെ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു 10 ദിവസം കഴിഞ്ഞു. ഈ ഓണമാകുമ്പോൾ 3 വർഷവും. ഞാൻ ആ കുട്ടിക്കും കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. എന്നിട്ട് കേട്ടല്ലോ, ഈ മരിച്ചുപോയ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ വാക്കുകളാണിത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം, ഇതെങ്ങനെ പോസിബിൾ ആവും? ലക്ഷ്മിയുടെ അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ എങ്ങനെയാണ് ലക്ഷ്മി അനാഥാലയത്തിൽ എത്തിയത്? സാധാരണ അച്ഛനും അമ്മയും ഇല്ലാത്ത ആളുകളല്ല അനാഥാലയത്തിൽ വളരുന്നത് എന്നുള്ളത് അല്ലെ. ആക്ച്വലി അച്ഛനും അമ്മയുമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഈ അനാഥാലയത്തിൽ വളരുന്നുണ്ട്. ചില അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കളെ പോറ്റാനുള്ള സാമ്പത്തികം ഉണ്ടാക്കില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ആ മക്കളെ അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കും. അങ്ങനെ കൊണ്ടുചെന്നാക്കിയതായിരിക്കണം ലക്ഷ്മിയുടെ അച്ഛൻ ലക്ഷ്മിയെ ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവനിൽ. പക്ഷെ അവരെങ്ങനെ കൊണ്ടു ചെന്നാക്കുമ്പോൾ ഒരിക്കൽ പോലും ആ അച്ഛൻ കരുതിയിട്ടുണ്ടാവില്ല മരണത്തിലേക്കാണ് തന്റെ മകളെ താൻ തള്ളിവിട്ടത് എന്ന്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സന്ധ്യ പല്ലവിയുടെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ്. ആ കുട്ടീനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നത്. അമ്പിളിയും ഈ ലക്ഷ്മി മരണപ്പെട്ട് ഞാൻ പോകുന്നതിന്റെ 1 മാസം കഴിഞ്ഞിട്ട് അതിന്റെ ശരീരത്തിൽ ജലാംശവും നഷ്ടപ്പെട്ട് അതിന് നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇതോടുകൂടിയെങ്കിലും മനസ്സിലാകുമല്ലേ. മരണപ്പെട്ടു ആ കുട്ടി. ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞതാണത്. ഇതൊക്കെ ഞാനെടുത്ത വീഡിയോയും ഫോട്ടോയൊക്കെ കുട്ടിയുടെ. കേട്ടല്ലോ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇത്രയും കാലം ആരും അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടി, അതും അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടുന്ന ഒരു അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടി പച്ചവെള്ളം കിട്ടാതെ മരിച്ചു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ ജീവിക്കുന്ന മറ്റുള്ള കുട്ടികളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഒന്നും വേണ്ട, ഇന്നലെ അവിടെ 2 കൊല്ലം താമസിച്ച ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്? 10 രൂപയുടെ സോപ്പ് 2 ആക്കി അത് 2 ആഴ്ചയോളം ഉപയോഗിക്കാൻ തരും പോലും. 10 രൂപയുടെ സോപ്പ് 2 ആക്കി അത് 2 ആഴ്ചയോളം ഉപയോഗിക്കാൻ തരും പോലും. അതുപോലെ തന്നെ 1 രൂപയുടെ ഷാമ്പു 2 ആക്കിയിട്ട് അത് 2 പേർ ഉപയോഗിക്കണം പോലും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികൾ എന്ന് പറയുന്നത്. ഇനി ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നല്ല രീതിയിൽ ഫണ്ട് ഒഴുകുന്ന ഒരു സ്ഥാപനമാണിത്. ഇവർ ഈ മക്കളെ കാണിച്ച് ഒരുപാട് ഫണ്ട് വാങ്ങിക്കാറുണ്ട്. ഒന്നും വേണ്ട, ഇവർക്കൊരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് അല്ലെ. അതിൽ അത്യാവശ്യം റീച്ചും ഉണ്ട്. ഇവർക്ക് ഒരുപാട് സഹായം കിട്ടും അല്ലെ. പക്ഷേ ഈ വരുന്ന ഫണ്ട് എല്ലാം ഇവർ നന്നായി മുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരൊക്കെ പട്ടിണിക്കിടാം. കൂടാതെ ഇവരെ പട്ടിപ്പണി അടുപ്പിക്കുന്നത് വേറെയും. ഒന്നും വേണ്ട, ഇവരുടെ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ഒരു അമ്മച്ചിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതും പകർത്തിയത് ഈ സന്ധ്യ പല്ലവിയാണെന്ന് തോന്നുന്നു. നമ്മൾ എന്താ കേട്ടോക്കാം. പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വരാത്ത വിഷം ഇനി തീരെ വയ്യാടി. പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവേ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്ക് കൊല്ലത്തോ ഓട്ടത്തെ എവിടെയും കൊണ്ടാക്കാം. നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു. ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പന്നെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? മതിയൊക്കെ
അവിടെ എടുത്തിട്ടുണ്ടോ ഫോണ്? ഇല്ല, ഞാനത് റെക്കോർഡ് ചെയ്യുക, അല്ലാതെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. പാവം വീഡിയോ കോൾ ചെയ്യാണെന്ന് വിചാരിച്ച് സ്വന്തം മക്കളോട് എന്നോണം പറയുകയാണ്, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്നുള്ളത്. ഈ അമ്മൂമ്മയുടെ സംസാരത്തിൽ എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ആർക്കും കൊടുക്കുന്നില്ല എന്നത്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പുറത്തു വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. എന്തുകൊണ്ട് പുറത്തു വന്നു? അവിടെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഗർഭിണിയായ വിഷയം ഉണ്ടായതുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഇത് പുറത്തു വരില്ലായിരുന്നു. എന്തായാലും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയ ഗിരിജയെ കുറിച്ചും പുള്ളിക്കാരി സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഉണ്ടായ ഉയർച്ചയെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഈ ഉദയ ഗിരിജയുടെ അയൽവാസി തന്നെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു 3 സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയും അങ്ങനെ പറഞ്ഞോളൂ, ശരി, 3 സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്? അതും പോട്ടെ, ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ? എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ. ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി. പത്തനാപുരത്ത് തന്നെ 2-3 ഇടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട്. അത് തെളിവ് സഹിതം ഞാനത് പ്രൂവ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത്? അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ. ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും പൈസ? കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കില്ല, അവർക്ക് വേണ്ടി ഉപകരിക്കാതെ, അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി വെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നു പറയുന്നില്ല. പക്ഷെ ഇവര് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടായത് തന്നെ. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. കേട്ടല്ലോ, ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഉദയ ഗിരിജയ്ക്ക് ഇങ്ങനെ വെച്ചടി കയറ്റായിരുന്നു പോലും. ഇവരുടെ നാട്ടിൽ തന്നെ പലയിടത്തും ഇവരുടെ പേരിൽ ഒരുപാട് വസ്തുക്കൾ ഇവർ വാങ്ങിച്ചു കൂട്ടി എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള ഫണ്ട് ഇവർക്ക് അവിടുന്ന് കിട്ടി, മുക്കി. അത് തന്നെ ആ അനാഥാലയത്തിലേക്ക് വരുന്ന ഫണ്ട് അങ്ങോട്ട് മുക്കി. അല്ലാതെ ഇത്രയും വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടാൻ ഇവർക്ക് വേറെ വരുമാന മാർഗമൊന്നും ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി ഈ അനാഥാലയത്തിലെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഇത്രയും ഉയർച്ച ഉണ്ടായതെങ്കിൽ ഫണ്ട് മുക്കിയത് തന്നെയാണ് അതിന്റെ കാരണം. കഴിഞ്ഞില്ല, ഈ ഉദയ ഗിരിജയുടെ ഭർത്താവ് മരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഉദയ ഗിരിജ ഈ അനാഥാലയം തുടങ്ങുന്നത്. ഇനി അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ അയൽവാസി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ്, ഇവരുടെ ചേച്ചിയുടെ പേര് മല്ലിക എന്നാണ്, പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു 4-5 വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. അപ്പം ഇവർ ഈ പറഞ്ഞ അനി എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി, അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം, അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം, അതും 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഈ 2-3 വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക, അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു, ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത്, എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നീ എൻ്റെ അതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന്. അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ചിട്ടി കമ്പനിയിൽ ചിട്ടി പിടിച്ച് നടന്നിരുന്ന ആളായിരുന്നു ഈ ഉദയ ഗിരിജ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അതേ ആള് തന്നെ ഭർത്താവ് മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു അനാഥാലയം തുടങ്ങുന്നു. അതും അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്ന് കഴിഞ്ഞിരുന്ന ഒരാള്. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് അല്ലേ. അതിനുശേഷം ഇവർക്ക് ഇങ്ങനെ വെച്ചടി കയറ്റമാണ്. എന്തായാലും ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ദുരൂഹതകൾ പുറത്തു വരാനുണ്ട്. മൊത്തത്തിലൊരു ദുരൂഹതയുടെ കലവറയാണ് ഈ അനാഥാലയം.
എനിക്ക് തോന്നുന്നത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സത്യങ്ങൾ മറി നീക്കി പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തവർ, ഈ അനാഥാലയത്തിൽ പുറത്തു വന്നവരോ ആരും ഈ അനാഥാലയത്തെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പറയാനുള്ളത് മോശം അനുഭവങ്ങൾ മാത്രമാണ്. ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി അനാഥാലയവുമായി ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നിട്ട് പോലും അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നിട്ടില്ല. ഞാൻ അവിടെ പഠിച്ചൊരു വ്യക്തിയാണ്, ഞാൻ അവിടെ ജോലി ചെയ്തൊരു വ്യക്തിയാണ്, എനിക്ക് അവിടെ നല്ല അനുഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല. എല്ലാവരും ഈ സ്ഥാപനത്തെ കുറിച്ച് മോശം അനുഭവം മാത്രമാണ് പങ്കുവെക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്രത്തോളം ചൂഷണം നടക്കുന്നുണ്ട് എന്ന്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.